നമ്മൾ ഇന്ന് വെജിറ്റബിൾ വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ റെഡിയാക്കുന്നത്. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ കട്ട്ലറ്റ് ആണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഉരുളക്കിഴങ്ങ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മസാലക്കൂട്ടൊന്ന് ആദ്യം റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള, കാബേജ്, ക്യാരറ്റ് ഈ 3 ഐറ്റമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്രീൻ പീസും എടുത്തിട്ടുണ്ട്. അതും നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുമുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, കറിവേപ്പില, അതുപോലെ തന്നെ മല്ലിയില. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. എല്ലാതും ഒരു 1/4 കപ്പോളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കട്ട്ലറ്റിൻ്റെ മസാലയിലോട്ടുള്ള ഉപ്പൊക്കെ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. പിന്നീട് നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊരു 1/2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ ഒന്നങ്ങ് വഴന്ന് കിട്ടിയാൽ മതി കേട്ടോ. കൂടുതലായിട്ടൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പച്ചക്കറികൾ കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി, ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ നമുക്കിതിലേക്ക് കായപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മാത്രം, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാലയൊക്കെ നന്നായിട്ടൊന്ന് പച്ചക്കറിയിലോട്ടൊന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് നേരത്തെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. അതൊന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. ഇനി എല്ലാതും കൂടി മിക്സ് ചെയ്തിട്ട് ഉരുളക്കിഴങ്ങ് നമ്മൾ ഈ ഒരു മസാലക്കൂട്ടിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അത്രയേ ഉള്ളൂ. നമ്മുടെ കട്ട്ലറ്റിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ടും തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ബോളാക്കി എടുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണയായി കട്ട്ലറ്റ് ചെയ്യുന്ന പോലെ ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സാധാരണ കുപ്പിയുടെ അടപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഒരു ബോൾ എടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഞാനിവിടെ കൂടുതലായിട്ടും ചെയ്യുന്നത് ബോൾ ഷേപ്പിലാണ് കേട്ടോ, റൗണ്ട് ഷേപ്പിൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു ഉരുളായിട്ട് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കൈവെള്ളയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബോളാക്കി എടുത്താൽ മതി. അത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബോളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൈദമാവിൽ മുക്കിയിട്ട്
ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ മൈദമാവാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എഗ് വൈറ്റോ അല്ലെങ്കിൽ ഒരു എഗ്ഗ് മുഴുവനായിട്ടോ ബീറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മൈദയും കുറച്ച് വെള്ളവും ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിലൊന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോൾസ് ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലൊന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇത് മുഴുവനായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ബ്രെഡിൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ബോൾസുകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓരോ ബോൾസ് ആക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ട് ഭാഗവും ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന പച്ചക്കറികൾ മാത്രം യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. കൂടുതലായിട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്